ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 23 ദക്ഷചരിത്രവും ദക്ഷകേതുപാഖ്യാനവും. ശ്ലോകം 7. തസ്മൈ മൃണാളധവളേന സഹർഷശീർഷ്ണ രൂപേണ ബദ്ധനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന ചിരതോ പുനരുഭിപ്രസന്നോ ദത്വാത്മതത്ത് അനുഗൃഹ്യ തിരോദദാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണ ആവൃതേന പ്രാദുർഭവൻ അജിരത നുതുഭി പ്രസന്ന ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദധാത. അർത്ഥം: അജിരേണ അങ്ങ് മൃണാളം പോലെ വെളുത്തതും സഹസ്രം ശിരസ്സുകളോടുകൂടിയതും സ്തോത്രങ്ങൾ പാടുന്ന സിദ്ധന്മാരാൽ വലയം ചെയ്യപ്പെട്ടതുമായ സ്വരൂപത്തോടെ ചിത്രകേതുവിൻ്റെ മുൻപിൽ പ്രത്യക്ഷനാകുകയും കീർത്തനങ്ങളാൽ സന്തുഷ്ടനായി ആത്മതത്വജ്ഞാനം ഉപദേശിക്കുകയും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്ത് മറയുകയും ചെയ്തു. ശ്ലോകം 8. ത്വദ്ഭക്തമൗലിരഥസോഭിജലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേഖരഹിതോ ലളിതം ചാര. പദം. ത്വദ്ഭക്ത മൗലി അത സ അഭിജലക്ഷലക്ഷം വർഷാണി ഹർഷുലമന ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗ അതിരേകരഹിത ലളിതം ചചാര. അർത്ഥം: അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ചിത്രകേതു യഥേഷ്ട സർവ്വലോകങ്ങളിലും വിദ്യാധര സുന്ദരികളെ കൊണ്ട് അങ്ങയുടെ കീർത്തനങ്ങൾ പാടിക്കുകയും അനേക ലക്ഷം വർഷങ്ങൾ അനാസക്തവും ഹർഷഭരിതവുമായ മനസ്സോടുകൂടെ മനോജ്ഞമായ രീതിയിൽ സഞ്ചരിക്കുകയും ചെയ്തു. ശ്ലോകം 9. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്യോ നൂനം സ്വരൂപ്യഗിരിമാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരീം തം ശങ്കരം ബരിഹസന്നുഭയാഭിഷേവേ. പദം. അത്യന്ത സംഗവിലയായ ഭവത് പ്രണുന്യഃ നൂനം സരൂപ്യഗിരിം ആപ്യ മഹത് സമാജി നിശങ്കം അംഗകൃതവല്ലഭം അങ്കജ അരീം തം ശങ്കരം പരിഹസൻ ഉമയാ അഭിഷേവേ. അർത്ഥം: തൻ്റെ കഴിഞ്ഞുപോയ ഭൗതിക ജീവിതത്തിലെ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അങ്ങയാൽ പ്രേരിതനായ ചിത്രകേതു കൈലാസത്തിലെത്തുകയും മഹത്തുക്കൾ നിറഞ്ഞ സഭയിൽ സംശയലേശമെന്നെ പത്നിയായ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാമാരിയായ ശ്രീ പരമേശ്വരനെ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ പാർവതി ചിത്രകേതുവിനെ ശപിച്ചു. ശ്ലോകം 10. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ വിത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യഗതം പദം തേ. പദം. നിസ്സംഭ്രമ തു അയം അയാചിത ശാപമോക്ഷഃ വൃത്ര അസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാ ആത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോ അഭിഭ്രമം അപാസ്യ ഗതം പദം തേ. അർത്ഥം: ശപിക്കപ്പെട്ടതിൽ പരിഭ്രമമോ ശാപമോക്ഷത്തിന് ഉത്കണ്ഠയോ ഇല്ലാത്ത ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി ജനിക്കുകയും ദേവേന്ദ്രനുമായുള്ള യുദ്ധമധ്യേ ഭക്തിയും ആത്മതത്വവും ഉപദേശിച്ച ഇന്ദ്രൻ്റെ പോലും മായാഭ്രമത്തെ തീർക്കുകയും അവസാനം അങ്ങയുടെ ലോകത്തിലേക്ക് തിരിക്കുകയും ചെയ്തു. ശ്ലോകം 11. ത്വത്സേവനേന ദിദിരിന്ദ്രവദോധ്യതാപി താൻ പ്രത്യുരേന്ദ്ര സുഹൃദോ മരുതോ വിലേഭേ ദുഷ്ടാശയേ വിശ്വദൈവ ഭവന്യശേവ
തത്താദൃശസ്ത്വമവമാം പവനാലേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം ത്വത്സേവനേന ദിതി ഇന്ദ്രവധ ഉദ്യത അഭി താൻ പ്രത്യുത ഇന്ദ്രസുഹൃദഃ മരുതഃ അഭിലേപേ ദുഷ്ട ആശേ അഭിശുഭത ഏവ ഭവത് നിഷേവ തത് താദൃശഃ ത്വം അവ മാം പവനാലേശ. അർത്ഥം: ഇന്ദ്രവധത്തിനു വേണ്ടി വ്രതമാചരിച്ച അസുരമാതാവായ ദിതി അങ്ങയെ സേവിക്കും മൂലം സ്വന്തം ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ 49 പുത്രന്മാരെ മരുത്തുക്കളുടെ രൂപത്തിൽ പ്രസവിച്ചു. നീചമായ ആശയത്തോടെ ആണെങ്കിലും അങ്ങയെ സേവിക്കുന്നവർ ഐശ്വര്യം നേടുന്നു. ഇത്തരത്തിലുള്ള ഹേ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. അസുരമാതാവിൻ്റെ കാര്യം എന്ന് പറയുന്ന അസുരമാതാവ് ദിതി ഇന്ദ്രനിഗ്രഹത്തിന് കരുത്തുള്ള പുത്രൻ ലഭിക്കാൻ വേണ്ടി ഭഗവാനെ ധ്യാനിച്ചു, വ്രതമനുഷ്ഠിച്ചു. ഇതറിഞ്ഞ ഇന്ദ്രൻ ഗർഭം നശിപ്പിക്കാനായി ഒളിഞ്ഞു വന്ന് താമസിച്ചു. ഒരിക്കൽ സന്ദർഭം കിട്ടിയപ്പോൾ ഇന്ദ്രൻ ആ ഗർഭത്തിൽ പ്രവേശിക്കുകയും ഭ്രൂണത്തെ 49 ഖണ്ഡങ്ങളായി ഛേദിക്കുകയും ചെയ്തു. ഭീതരായ അവർ തങ്ങളെ കൊല്ലരുതെന്ന് നിലവിളിച്ചപേക്ഷിക്കുകയും ആജീവനാന്തരം ഇന്ദ്രൻ്റെ മിത്രങ്ങളായി ജീവിച്ചു കൊള്ളാമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. അവരാണ് പിന്നീട് മരുത്തുക്കളായി ജനിച്ചത്. മരുത്തുക്കളുടെ ഒരു ചെറിയ കഥ പറഞ്ഞെന്നേ ഉള്ളൂ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.